അള്ളാഹുവിൻ്റെ ശിആറുകളെ സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. റബ്ബിൻ്റെ ശിആറുകളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഹജ്ജും അതിനോടനുബന്ധമായി നടക്കുന്ന ഉളഹിയ്യത്ത് അടക്കമുള്ള ബലികർമ്മങ്ങളും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ വിശുദ്ധ കഅബയുടെ നിർമ്മാണത്തിന് ശേഷം മാലോകരെ മുഴുവനും ഹജ്ജിന് വേണ്ടി ക്ഷണിക്കണമെന്നും അവരാൽ കഴിയുന്ന രൂപത്തിൽ അവരൊക്കെ ഹജ്ജിന് വരുമെന്നും അവരെല്ലാം ബലിതർപ്പണം നടത്തണമെന്നും അല്ലാഹു ഇബ്രാഹിം നബിയോട് ആജ്ഞാപിച്ചപ്പോൾ ഇബ്രാഹിം നബി ആളുകളെല്ലാം വിളിക്കുകയും അതിന് ഉത്തരം നൽകിയവർ ആ കർമ്മങ്ങളിൽ നിരതരാവുകയും ചെയ്യുമെന്ന് മഹാന്മാരായ അയിമ്മത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ശിആറുകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതീവ പ്രാധാന്യമുള്ള വളരെ പുണ്യമുള്ള കർമ്മമാണ് ഉളഹിയ്യത്ത് എന്ന് പറയുന്നത്. ഉളഹിയ്യത്ത് എന്ന കർമ്മം അതിൻ്റെ നിബന്ധന ഒത്ത ആളുകൾക്കൊക്കെ അത് നിർവഹിക്കൽ ശാഫിഈ മദ്ഹബ് പ്രകാരം സുന്നത്ത് മുഅക്കദയാണ്. ഹനഫി മദ്ഹബ് പ്രകാരം അത് വാജിബുമാണ്. നിബന്ധന ഷർത്ത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പലരുടെയും ഭാവം ഉളഹിയ്യത്ത് അത് സമ്പന്നരായ ആളുകൾക്ക്, സാമ്പത്തികമായി മേൽക്കോയ്മയുള്ള ആളുകൾക്ക് മാത്രം മറക്കാനുള്ളത് എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് ഉളഹിയ്യത്തിന് കഴിവുള്ളവൻ? മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിക്കുന്നത്, പെരുന്നാൾ ദിവസം രാവും പകലും അവൻ്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആശ്രിതരുടെയും ചിലവ് കഴിച്ച് മിച്ചമുള്ളത് കൈവശമുള്ളവൻ, അവരൊക്കെ ഉളഹിയ്യത്ത് അറുക്കാൻ കഴിവുള്ളവരാണ്. അല്ലാതെ വലിയ സമ്പത്തിൻ്റെ സാമ്പത്തിക മേൽക്കോയ്മയുടെ കഴിവല്ല. ബലിപെരുന്നാളിന്റെ ദിവസം രാവും പകലും അവൻ്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആശ്രിതരുടെയും ചിലവ് കഴിച്ച് മിച്ചമുള്ളവരൊക്കെ ഉളഹിയ്യത്ത് അറുക്കണം. അത് സുന്നത്ത് മുഅക്കദയായി മഹാന്മാരായ അയിമ്മത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഹിജ്റ 2-ാം വർഷമാണ് ഉളഹിയ്യത്ത് നടപ്പിൽ വരുന്നത്. ഉളഹിയ്യത്ത് ളുഹ സമയത്താണ് നിർബന്ധമാക്കുന്നത്. അത് നടപ്പിൽ വന്നതുകൊണ്ടാണ് ഉളഹിയ്യത്ത് എന്ന് പേര് വന്നതെന്നും, അല്ല ളുഹാ നിസ്കാരത്തിന്റെ സമയത്ത് അത് നിർവഹിക്കുന്നത് കൊണ്ടാണ് ഉളഹിയ്യത്ത് എന്ന് പേര് വന്നത് എന്ന് മഹാന്മാരായ അയിമ്മത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉളഹിയ്യത്ത് നിയമമാക്കപ്പെടുന്നതിനു മുന്നേ ഉളഹിയ്യ നിർവഹിച്ചിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീന ലാ യദ്ഉൽ അദ്ഹാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ജീവിച്ച 10 വർഷക്കാലം അവിടുന്ന് ഒരിക്കൽ പോലും ഉദ്ഹിയ്യത്തിനെ ഒഴിവാക്കിയിട്ടില്ല, ഉദ്ഹിയ്യത്തിനെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഹിജ്റ 2-ാം വർഷമാണ് ഉദ്ഹിയ്യത്ത് നിയമമാക്കപ്പെട്ടത്. 10 വർഷക്കാലം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ജീവിച്ചിട്ട് അപ്പോഴൊന്നും ഒരിക്കൽ പോലും ഉദ്ഹിയ്യത്തിനെ ഉപേക്ഷിച്ചിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല, നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഉദ്ഹിയ്യത്ത് നിയമമാക്കുന്നതിന് 2 വർഷം മുന്നേയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ഹിയ്യത്ത് അറുത്തിരുന്നു എന്ന്. തീർന്നില്ല. ഹജ്ജത്തുൽ വദാഇൽ ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോ അവിടുന്ന് 100 ഒട്ടകങ്ങളെ ഉദ്ഹിയ്യത്തിനായി കൊണ്ടുവരികയാണ്. അവിടുത്തെ 63 വയസ്സ് കണക്കാക്കി 63 എണ്ണത്തെ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അറുക്കുകയാണ്. ബാക്കിയുള്ളത് അറുക്കാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു അമല് പോലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയസ്സ് കണക്കാക്കി ചെയ്തിട്ടില്ല. 63 വയസ്സ് കണക്കാക്കി 63 ഒട്ടകങ്ങളെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബലിയർപ്പണം നടത്തുകയാണ്. തീർന്നില്ല. നോക്കണേ മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വഫാത്തിന് ശേഷവും തന്റെ പേരിൽ നിർവഹിക്കണമെന്ന് വസിയ്യത്ത് ചെയ്ത ഒരേ ഒരു അമല് അത് ഉദ്ഹിയ്യത്താൻ. വസിയ്യത്ത് ചെയ്ത എന്റെ മരണത്തിന് ശേഷവും വഫാത്തിന് ശേഷവും എന്റെ പേരിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരു അമല് അത് ഉദ്ഹിയ്യത്താണ്. ആ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മത്തിന്റെ പ്രാധാന്യത്തെ വിശദീകരിക്കാനാണ്, മാലോകർക്ക് പഠിപ്പിക്കാനാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രകാരം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു സംശയം ചോദിച്ചു, മരണപ്പെട്ടു പോയ ഉമ്മയുടെ പേരിൽ ഉദ്ഹിയ്യത്ത് അറുക്കാമോ? ഉമ്മ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അറുക്കാം, അല്ലെങ്കിൽ അറുക്കാൻ പറ്റില്ല. ഉമ്മ മരണപ്പെടുന്നതിന് മുമ്പ് മകനോട് പറഞ്ഞു, എന്റെ പേരിൽ ഒരു ഉദ്ഹിയ്യത്ത് അറക്കണമെന്ന് ഞാൻ നിന്നോട് വസിയ്യത്ത് ചെയ്യുന്നു എന്ന് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയുടെ പേരിൽ ഷെയർ കൂടാം, അല്ലെങ്കിൽ ആ ഉമ്മയുടെ പേരിൽ ഒരു ഉരുവിനെ അറക്കാം, അല്ലെങ്കിൽ അറക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വസിയ്യത്ത് ചെയ്യുന്ന എന്റെ മരണശേഷവും നിർവഹിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ച ഒരേ ഒരു അമല് അത് ഉദ്ഹിയ്യത്താണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു യുളഹി ബികബ്ശൈനി അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ബലിപെരുന്നാളിന്റെ സുദിനത്തിലും അലിയാർ തങ്ങൾ 2 ആടുകളെയാണ് അടക്കുന്നത്. വബികബ്ശൈനി അൻ നഫ്സിഹി, അതിലൊന്ന് അവിടുത്തെ പേരിലാണ് അടക്കുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, وقال إن رسول الله صلى الله عليه وسلم أمرني أن أضحي عنه أبدا فأنا أضحي عنه أبدا. അള്ളാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, മോനെ അലിയേ, എന്ന് വരെ നീ ഉദ്ഹിയ്യത്ത് അറുക്കുന്നുവോ അന്നൊക്കെ എനിക്കും വേണ്ടി ഉദ്ഹിയ്യത്ത് അറുക്കണേ എന്ന അലിയാർ തങ്ങളോട് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. എത്ര താല്പര്യത്തോടെയാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന ഈ കർമ്മം നിർവഹിച്ചതെന്ന് നാം മനസ്സിലാക്കണം. ബലിപെരുന്നാളിന്റെ ദിവസം ഒരാൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അത് ബലികർമ്മമാണ്, ഉദ്ഹിയ്യത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മോളെ ആയിഷ, മാ അമല ഇബ്നു ആദമ മിൻ അബലി യൗമിൻ നഹരി അഹബ്ബു ഇലല്ലാഹ്. ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണെന്ന് അറിയുമോ ആയിഷ? അതേതാണ്? മിൻ ഇഹ്റാഖിദ്ദമീ, ബലിതർപ്പണം നടത്തലാണ്, ഉദ്ഹിയ്യത്ത് അറുക്കലാണ്. ഫഇന്നഹു ലയഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅശആരിഹാ വഅദ്ലാഫിഹാ. ഖിയാമത്ത് നാളിന്റെ സുദിനത്തിൽ കൊമ്പുകളോടെ, അതിന്റെ തൊലിയോടെ, രോമങ്ങളോടെ
നഖങ്ങളോട് കൂടിയ ഉദ്ഹിയ്യത്തിന്റെ മൃഗങ്ങൾ വരുന്നതാണ്. വഇന്നദ്ദമ ലയഖഅ മിനല്ലാഹി ബിമകാനിൻ ഖബല അൻ യഖഅ ഫിൽ അർളി ഫതീബൂ ബിഹാ നഫ്സാ. ആ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിന്റെ രക്തത്തിൽ നിന്ന് ആദ്യ തുള്ളി ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ തന്നെ അത് അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്തുള്ള സ്വീകാര്യയോഗ്യമാകുന്ന അമലാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫതീബൂ ബിഹാ നഫ്സാ. അതുകൊണ്ട് വലിയ സന്തോഷത്തോടുകൂടി നീ ഉദ്ഹിയ്യത്ത് കർമ്മം നടത്തണേ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ ഉദ്ഹിയ്യത്ത് അറക്കുന്നത്? വലിയ സന്തോഷത്തോടു കൂടി നീ ആ അമലിനെ സമീപിക്കണേ. ആളുകളുടെ മുന്നിൽ മേനി പറയാനല്ല. ഞാനും എൻ്റെ കുടുംബക്കാരും വലിയ പോത്തിനെ അറുത്തു അല്ലെങ്കിൽ വലിയൊരു ഉരുവിനെ അറുത്തു എന്ന് ആളുകളുടെ മുന്നിൽ മേനി നടിക്കാനല്ല, പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് എന്താണ്? പെരുന്നാളിന്റെ സുദിനത്തിലും റബ്ബിന്റെ മഹബ്ബത്ത് ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് ഉദ്ഹിയ്യത്താണ്. അതേപോലെ തന്നെ ആ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിന്റെ രക്തത്തിൽ നിന്നുള്ള ആദ്യ രക്തം ഭൂമിയിലേക്ക് പതിക്കുമ്പോഴേക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ പെട്ടെന്ന് ഖബൂലിയത്ത് ലഭിക്കുന്ന അമലാണ്. അത് നിറഞ്ഞ സന്തോഷത്തോടു കൂടി നിർവഹിക്കണം. ഇടങ്ങേറായി ചെയ്യേണ്ടതല്ല. ഞാനിനി അർത്തില്ലെങ്കിൽ ആളുകൾ എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ച് ഇടങ്ങേറായി കുടുസായ മനസ്സോടുകൂടി നിർവഹിക്കേണ്ടതല്ല. നിറഞ്ഞ മനസ്സോട് സന്തോഷത്തോടു കൂടി ചെയ്യേണ്ടതാണ്. ഇത്രമേൽ മഹത്തരമായ ഒരു കർമ്മം ഒരാൾക്കും നഷ്ടമാകരുത് എന്ന നിലക്കാണ് ഉദ്ഹിയ്യത്തിന്റെ കാര്യത്തിൽ ഉദാരമായ നിയമങ്ങളാണ് വിശുദ്ധമായ ദീൻ നടപ്പാക്കിയിട്ടുള്ളത്. ഒരാളോട് ഒരു മൃഗം തന്നെ നിങ്ങൾ അറക്കണമെന്ന് പറയുന്നില്ല. ഒരു മൃഗത്തിന്റെ 1/7 ഭാഗമെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം. 1/7 ഭാഗം ഒരു മൃഗം തന്നെ അറക്കണമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ പല ആളുകൾക്കും ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് അതിന്റെ 1/7 ഭാഗമെങ്കിലും നിങ്ങൾ അറക്കണം. ആ ഒരു ഉരുവിന്റെ 1/7 ഭാഗമെങ്കിലും അറക്കാൻ കഴിഞ്ഞല്ലെങ്കിൽ ഒരു ആടിനെയെങ്കിലും ഒരു വർഷക്കാലം അല്ലാഹു തആല ആരോഗ്യം തന്നിട്ട്, സമ്പത്ത് തന്നിട്ട്, സമ്പാദ്യങ്ങൾ തന്നിട്ട്, നിനക്ക് ആ സമ്പത്തെല്ലാം ആർജിച്ചെടുക്കാനുള്ള കഴിവ് തന്നിട്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ഉദ്ഹിയ്യത്താണെന്ന് പറയുമ്പോ ആ ഒരു വർഷക്കാലത്തിൽ ഒരു 12,000 രൂപ സംഘടിപ്പിക്കാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ ആ റബ്ബിനോട് ചെയ്യുന്ന വലിയ നന്ദികേടാണ്. അതുകൊണ്ടാണ് ഉദ്ഹിയ്യത്തിന്റെ വിഷയത്തിൽ ശക്തമായ താക്കീതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ വജദ സഅതൻ ഫലം യുദ്ഹി ഫലാ യഖ്റുബന്ന മുസല്ലാനാ. ഒരാൾക്ക് ഉദ്ഹിയ്യത്ത് അറക്കാനുള്ള കഴിവുണ്ടായിട്ട് അവൻ അത് നിർവഹിച്ചില്ല എങ്കിൽ ഫലാ യഖ്റുബന്ന മുസല്ലാനാ, ഞാൻ നിസ്കരിക്കുന്ന എന്റെ മുസല്ലയുടെ 7 അയലത്ത് പോലും അവനെ കാണരുത്, മുസല്ലയുടെ അടുക്കലേക്ക് അവൻ അടുക്കുക പോലും ചെയ്യരുത് എന്ന് റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വളരെ ശക്തമായ ഭാഷയിൽ മുത്ത് റസൂലുള്ളാഹ് താക്കീത് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ നേരത്തെ തന്നെ ഉദ്ഹിയ്യത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം. ഒറ്റക്ക് ചെയ്യാൻ കഴിയുന്നവർ അത് ഒറ്റക്ക് തന്നെ നിർവഹിക്കണം. ഒരു മൃഗത്തെ ഒറ്റക്ക് അറക്കാൻ കഴിയുന്നവർ പിന്നെ അവരതിനകത്ത് ഷെയർ കൂടാന്ന് പറഞ്ഞാൽ അതൊരു 2ാം തരം പരിപാടിയാണ്. അല്ലാഹു തആല ഒന്നറക്കാൻ തന്നെ അവന് കഴിവുണ്ടായിട്ട് അവൻ അതിന്റെ കൂടത്തിൽ ഒരു ഷെയർ കൂടുമ്പോ അത് റബ്ബിനെ ഒരു മോശത്തരമാക്കലാണ്, അള്ളാഹിനെ ഒരു ഇൻസൾട്ട് ആക്കലാണ്. ഒന്നറക്കാൻ കഴിവുള്ളവൻ ഒന്ന് തന്നെ അറുത്തുകൊള്ളണം. അതേപോലെ ഒറ്റക്ക് കഴിയാത്തവർ നേരത്തെ പറഞ്ഞതുപോലെ 1/7 ഭാഗമെങ്കിലും പങ്കുചേരണം. കുടുംബമായി അതുപോലെ സുഹൃത്തുക്കളായി കൂട്ടത്തോടെ ചെയ്യാൻ കഴിയുന്നവർ അപ്രകാരം ചെയ്യണം. അതേപോലെ തന്നെ റബ്ബിന് വേണ്ടി ഉദ്ഹിയ്യത്ത് അറക്കുന്ന മൃഗങ്ങൾ അത് കുറ്റമറ്റതായിരിക്കണം, എല്ലാ ന്യൂനതകളിൽ നിന്നും മോചിതമായിരിക്കണം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, "ദാലിക വമൻ യുഅദ്ദിം ശആഇറല്ലാഹി
فإنها من تقوى القلوب. ഹൃദയത്തിൽ ഭയഭക്തിയുള്ള ആടുകളുടെ അടയാളമാണ് അല്ലാഹുവിന്റെ ശിആറുകളെ ആദരിക്കല്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ വിശദീകരണത്തിൽ മഹാനായ അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, വമിൻ ദാലിക തഅളീം, അല്ലാഹുവിന്റെ ശിആറുകളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഹദായാ വൽ ബുദൻ, ഉദ്ഹിയ്യത്തിന്റെ മൃഗങ്ങളെ ആദരിക്കലാണ്, ബഹുമാനിക്കലാണ്. കമാ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഉദ്ഹിയ്യത്തിന്റെ മൃഗങ്ങൾ എങ്ങനെയുള്ളതാണ്? ഇസ്തിസ്മാനുഹാ വ ഇസ്തിഹ്സാനുഹാ, നല്ല തടിച്ച് മെഴുത്ത് കൊഴുത്ത കാളുകൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള മൃഗങ്ങളാകണം ആ ഉദ്ഹിയ്യത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രകാരം ചെയ്യുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഇദാ അറാദ അൻ യുദ്ഹിയ ഇശ്തറാക ബിശൈനി അദീമൈനി സമീനൈനി അഖ്റനൈൻ, അല്ലാഹുവിന്റെ റസൂൽ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിച്ചാൽ അവിടുന്ന് 2 ആടുകളെ വാങ്ങുകയാണ്. അദീമൈനി, നല്ല തടിച്ചു കൊഴുത്ത, സമീനൈനി അഖ്റനൈനി, 2 നല്ല കൊമ്പുകളുള്ള തടിച്ചു കൊഴുത്തതായ വലിയ 2 ആടുകളെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാങ്ങുന്നത്. ഇനി അങ്ങനെ ഉദ്ഹിയ്യത്ത് അറുത്താനുള്ള നേട്ടമെന്താണ്? ഉദ്ഹിയ്യത്ത് അറുത്താനുള്ള നേട്ടമെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 1 വർഷക്കാലം അല്ലാഹു നിനക്ക് ആരോഗ്യം തന്നില്ലേ? നിനക്ക് സമ്പത്ത് ആർജിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയില്ലേ? എത്രയോ ആളുകളാണ് വലിയ പ്രയാസത്തിൽ കഴിഞ്ഞുകൂടുന്നവർ, രോഗികളായി തീരുന്നവരെത്രയാണ്, എത്രയോ സാമ്പത്തിക തകർച്ചകൾ നേരിട്ടവരെത്രയാണ്, കുടുംബപരമായി പലതരത്തിലുള്ള ശൈഥില്യങ്ങൾ നേരിട്ടവരെത്രയാണ്, മനസമാധാനമില്ലാതെ ഓരോ ദിവസവും തള്ളി നീക്കുന്നവരെത്രയാണ്, മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെത്രയാണ്. എന്നാൽ അതൊന്നുമില്ലാതെ അല്ലാഹു തആല നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് നിലനിർത്തി തന്നില്ലേ? ആ അനുഗ്രഹങ്ങൾ റബ്ബ് നിനക്ക് നിലനിർത്തി തരണോ? അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതിനേക്കാൾ ഖൈറ് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളെ നിലനിൽക്കലാണ്. അതാണ് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തആല പറഞ്ഞില്ലേ, വഇദ് തഅذന റബ്ബകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. വളരെ വ്യാപകമായി നമ്മൾ വണ്ടികളിലൊക്കെ കാണുന്നതാണ്. അത് വണ്ടിയിൽ സ്റ്റിക്കറായിട്ട് ഒട്ടിക്കാനുള്ളതല്ല, വാഹനങ്ങളിൽ സ്റ്റിക്കറായി ഒട്ടിക്കാനുള്ളതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പതിപ്പിക്കേണ്ടതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദിയുള്ളവരായാൽ അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വാഹനങ്ങളിൽ അത് എഴുതി ഒട്ടിക്കാമോ? അതിനൊരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. ശുദ്ധമായ ഖുർആനിന്റെ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട വാചകങ്ങളെ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മുകളെ മാഷാ അല്ലാഹ് സ്റ്റിക്കറുകളായി, തബാറക്കല്ലാഹ് സ്റ്റിക്കറുകളായി, ലഇൻ ശകർതും ലഅസീദന്നകും എന്ന് വളരെ വ്യാപകമായ രീതിയിൽ ഇപ്പോൾ വാഹനങ്ങളിൽ കാണുകയാണ്. ഒരിക്കലും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. കാരണം ആ വിശുദ്ധമായ ഖുർആനിന്റെ, റബ്ബിന്റെ ജലാലത്തിന്റെ ഇസ്മുകളുടെ മേൽ കാക്കകളും അതുപോലെ തന്നെ മറ്റു പക്ഷികളുമൊക്കെ വിസർജ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമുക്കതിനെ സൂക്ഷിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അതിന്റെ മുകളിലൊക്കെ വലിയ പൊടിപടലങ്ങളും മറ്റു പ്രയാസങ്ങളും നജസ്സുകളൊക്കെ വീഴാനുള്ള സാഹചര്യമുണ്ടായതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കലാണ് അഭികാമ്യം. അതങ്ങനെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല. പിന്നെ അത് നമുക്ക് സൂക്ഷിക്കാനും കഴിയില്ലെങ്കിൽ അത് നമുക്ക് കേടായിട്ടാണ് ഭവിക്കുക. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അത് നമുക്ക് നിലനിന്ന് കിട്ടണമെങ്കിൽ റബ്ബിന് നമ്മൾ ശുക്ർ ചെയ്യണം. കഴിഞ്ഞ 1 വർഷക്കാലം റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ്?
നമുക്കൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. നാട്ടിലെ സമ്പന്നരായ ആളുകൾക്ക് മാത്രമുള്ളതല്ല ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. പെൻഷൻ കിട്ടുന്ന ആളുകളുണ്ടാകാം, അല്ലെങ്കിൽ ബാങ്കിൽ ഡിപ്പോസിറ്റായി 12,000 രൂപ നിന്റെ കൈവശമുണ്ടെങ്കിൽ നിനക്കൊക്കെ സുന്നത്തായ ബാധ്യതയാണ്. എനിക്കും നിങ്ങൾക്കും സുന്നത്തായ ബാധ്യതയാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നമ്മുടെ മഹല്ല് നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാ അമലുകളും പൂർണ്ണാർത്ഥത്തിൽ ഇഖ്ലാസോടുകൂടി നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.